നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഉടുപ്പ് കിട്ടിയ വണ്ടത്ത എന്ന് വണ്ടത്താന ഒരു ഉടുപ്പ് കിട്ടി. വണ്ടുകൾക്ക് അത്ര ഭംഗിയൊന്നുമില്ലല്ലോ, കറുത്ത നിറവും ഒരു കുഞ്ഞിച്ചെറുതും അങ്ങനെയൊക്കെ ആയിട്ടൊരു തരല്ലേ. എലികൾ ഒരു ദിവസം ഒരു കാട്ടിലൊരു വണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, മരത്തിലേക്ക് ഇങ്ങനെ പരിങ്ങി പിടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് താഴെ കൂടി ഓടി നടക്കുന്ന ഒരു എലി കണ്ടു. ഉടൻ തന്നെ കിട്ടിയ അവസരം പാഴാക്കാതെ കണ്ട് ഈ എലി വണ്ടിനെ അങ്ങോട്ട് പരിഹസിക്കാൻ തുടങ്ങി. എൻ്റെ വട്ടത്താനേ, നിൻ്റെ ഒരു കാര്യം കഷ്ടം തന്നെ, നിൻ്റെ കേസ് പോക്ക് കേസാണേ എന്താന്നാ. അപ്പോൾ വണ്ട് വളരെ നിസ്സഹായമായിട്ട് ഈ എലി നോക്കി, നിനക്ക് എന്നെ പോലെ ഓടാൻ പറ്റുമോ? നിനക്ക് എൻ്റെ പോലെ ചാടി നടക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ലല്ലോ. നിനക്ക് ഈ മാന്തി ഇങ്ങനെ പരങ്ങി കയറാനല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വണ്ടിനെ അങ്ങോട്ട് കളിയാക്കി. അപ്പോൾ വണ്ടിനാകെ വിഷമായി. എന്തപ്പം ഇയാളോട് സമാധാനം പറയണ്ടേ? ശരിയാണ്, തനിക്ക് ഓടാനൊന്നും പറ്റില്ല. വണ്ട എങ്ങനെ വേണമെങ്കിൽ ഓടില്ല, എന്തു വേഗം പാഞ്ഞു പോകും. ശരിയാണ്, വണ്ടിനെ ഓടാം, എനിക്ക് പറ്റില്ലല്ലോ എന്നും വിചാരിച്ച് വിഷമിച്ചു. ഇവരുടെ സംഭാഷണം കേട്ടോണ്ട് അടുത്ത മരത്തിൽ മാവിൽ ഒരു മാമ്പഴം തോന്നുന്നുണ്ട്, ഒരു തത്ത ഇരിക്കണായിരുന്നു. തത്ത വേഗം അവരുടെ അടുത്തേക്ക് വന്നു. എന്താ നിങ്ങൾ തമ്മിലൊരു തർക്കമൊന്നും പറയണ്ട, വണ്ടത്താൻ ഇങ്ങനെ വളരുന്നുണ്ട്. എനിക്ക് പതുക്കെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റുള്ളൂ, ഓരോ ദിക്കിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. താഴത്തു കൂടിയാണെങ്കിലും ഞാൻ ഇഴഞ്ഞല്ലേ പോവുക. അപ്പോൾ എലിക്കാണെങ്കിൽ അങ്ങനെയല്ലല്ലോ, എനിക്ക് ഓടിപ്പോവാൻ പറ്റില്ലേ. അത് കാരണം എലി എന്നെ കളിയാക്കുക, എനിക്ക് ഓടാൻ പറ്റണില്ല, ചാടാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എലി പറഞ്ഞു, എന്നാ തത്തമ്മേ, ഞാൻ പറഞ്ഞല്ലോ വല്ല തെറ്റുണ്ടോ? എനിക്ക് വേണ്ടിയൊന്നും എനിക്ക് എവിടെ വേണമെങ്കിൽ ഓടിപ്പോകാൻ പറ്റില്ല, ഇവനെ ഓടാൻ പറ്റില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, ശരി, അത് പരിഹാസമാണെങ്കിൽ ആയിക്കോട്ടെ എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ തമ്മിൽ കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ താമസിക്കുന്നത് എവിടെയാണെന്നറിയാമോ? തുന്നാരൻ്റെ അടുത്താണ്. തുന്നാരൻ എന്ന് വെച്ചാൽ കാട്ടിലുള്ള മൃഗങ്ങൾക്കൊക്കെ ഉടുപ്പ് തുന്നുന്ന ആളാണ് തുന്നാരൻ. ആ തുന്നാരൻ്റെ വീടിനടുത്താണ്. ഞാനൊരു കാര്യം ചെയ്യും, ഞാനൊരു പന്തയം വയ്ക്കാം. നല്ല കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഈന്തപ്പനയില്ലേ, ആ ഈന്തപ്പനയുടെ ചോട്ടിൽ നിങ്ങളിൽ ആരാണോ ആദ്യം എത്തുക ആ ആൾക്ക് ഞാൻ തുന്നാരനോട് പറഞ്ഞ് നല്ലൊരു ഉടുപ്പുണ്ടാക്കി തരാം. സമ്മതമാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, വണ്ട് വേഗം പറഞ്ഞു, എനിക്ക് സമ്മതം. ഈന്തപ്പനയുടെ അടുത്ത് ആദ്യം എത്തില്ലേ വേണ്ടു, അതെ എനിക്ക് സമ്മതം എന്ന്. എനിക്ക് പറഞ്ഞു, എനിക്ക് 100 വട്ടം സമ്മതം, ഞാൻ ഇപ്പം തൊട്ടോടാൻ നമുക്ക്. ഓടിക്കോ, നീ ഇഴഞ്ഞ് എൻ്റെ വണ്ടത്താനേ, നീ ഇഴഞ്ഞ് എന്നോട് മത്സരിച്ച് എപ്പത്താനാ അവിടെ? അപ്പം കാണാം നമുക്ക്, ഞാൻ ഈ പിടിയിൽ ഇപ്പോൾ എത്തുക അവിടേക്ക്. എന്നാൽ ശരി, സമയം തുടങ്ങുക, ഞാൻ അതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നുണ്ടാവും, ഈന്തപ്പനയുടെ ചോട്ടിൽ ഞാനുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു തത്ത. ഞാൻ തത്ത അങ്ങോട്ട് പോണ വഴിക്കുന്ന തുന്നാരനോട് ഒരു ഉടുപ്പ് തയ്ക്കാൻ പറഞ്ഞു ഏർപ്പാടാക്കിയിട്ട് വേഗം പനയുടെ ചോട്ടിൽ പോയിരുന്നു. അവിടെ ചെന്നിരുന്ന് കുറച്ച് നേരം കുറേ നേരം കാത്തപ്പോൾ അവിടെ നല്ല രസകരമായൊരു സംഭവം നടന്നു. എന്താണെന്നൊന്നും മിണ്ടിയില്ല, അവിടെ ഇരുന്നു. അങ്ങനെ എലി കുറേ കഴിഞ്ഞപ്പോൾ എലി ഊട്ടി ചാടി നിന്നും കിടന്നും ഇരുന്നും ഒക്കെ ആയിട്ട് വിഷമിച്ച് അവിടേക്ക് വരുന്നുണ്ട്. എലി വന്ന് കഴിഞ്ഞപ്പോൾ, നീ എത്തിയോ എന്ന് ചോദിച്ചു തത്ത. ഞാനെത്തി, പക്ഷെ നമ്മുടെ വണ്ടത്താനെ ഞാൻ വഴിക്കൊന്നും കണ്ടില്ല, എവിടെ പോയാവോ? എപ്പത്താനാ? ആ ഉടുപ്പ് ഞാൻ തരാം, എനിക്ക് സമ്മാനമായിട്ടുള്ള ഉടുപ്പ് ഇങ്ങോട്ട് വന്നേരെ. അപ്പോൾ തത്ത പറഞ്ഞു, അതെങ്ങനെയത് ഇതാവണേ എന്ന് പറഞ്ഞു. തത്ത വേഗം വിളിച്ചപ്പോൾ, എനിക്കല്ലേ സമ്മാനം, ഞാനല്ലേ ആദ്യം വന്നതെന്ന് എലി അവകാശപ്പെട്ടപ്പോൾ തത്ത ആ ഈന്തപ്പനയുടെ അപ്പുറത്ത് പോയിട്ട് തിരിച്ച് ഇതിലിങ്ങോട്ട് വരുമ്പോൾ ഉടുപ്പെടുത്തോണ്ട് വരാമെന്നുണ്ടെങ്കിൽ വരുമ്പോൾ തത്തയുടെ പുറത്തിരിക്കുന്നു വണ്ട്. നീ എത്തിയ? ഞാനെത്തിയിട്ട് നേരെ എത്രയായി? അതെയോ, എങ്ങനെ എത്തി നീ? ചുമ്മാ കള്ളത്തരം പറയരുത് കേട്ടോ. അത് ശരി, വേഗം തത്തയുടെ നേരത്തിനുണ്ട്. നീ പന്തയം വെച്ച് കഴിഞ്ഞിട്ട് നിൻ്റെ പുറത്ത് കയറ്റി വണ്ടിനെയും കൊണ്ട് ആദ്യം ഇവിടെ വന്നൂല്ലേ, എന്നോട് കള്ളത്തരം കാട്ടിയല്ലേ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ വണ്ടിനെയും ചോന്നിട്ട് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു വണ്ടിനെയും ചീത്തറിയാൻ തുടങ്ങി. തത്ത ചീത്തറിയാൻ തുടങ്ങി ഈ എലി. അപ്പോൾ തത്ത പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നതൊന്നുമല്ല, ഞാൻ നിങ്ങളോട് നടന്ന് തന്നെ വരണം എന്നിട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. വണ്ടിന് നടക്കാൻ ഇത്തിരി സാവകാശമേ പറ്റുള്ളൂ എന്നുള്ളത് ശരി തന്നെ. അപ്പോൾ നിനക്ക് വേഗത്തിൽ ഓടാനും ചാടാനും ഒക്കെ പറ്റുകയും ചെയ്യും, പക്ഷെ വണ്ടിന് പറക്കാൻ പറ്റും.
ആ വണ്ട് അവിടുന്ന് പറന്നാ വന്നേ. ഈ ഈന്തപ്പഴത്തിൻ്റെ ചുവട്ടിൽ, പനയുടെ ചുവട്ടിൽ വന്നിട്ട് നേരെ എത്രയെന്നറിയാമോ, അവിടുന്ന് ഇങ്ങനെ പറന്നു. അങ്ങനെ ഒരു കഴിവുണ്ട്. വണ്ടിൻ്റെ ചിറക് ഇത്തിരി ചെറുതാണെന്നുള്ളൂ, പക്ഷെ വണ്ടിനെ പറക്കാൻ പറ്റും. അത് നീ മനസ്സിലാക്കിയില്ല അല്ലേ? അത് മനസ്സിലാക്കാനാണ് പന്തയത്തിന് തുള്ളിയത്. അവനെ കളിയാക്കിയില്ലേ എന്നും പറഞ്ഞ് തുന്നാരൻ്റെ ഇന്ന് കൊണ്ടുവന്ന ഉടുപ്പ് വണ്ടിനെ സമ്മാനിക്കുകയും ചെയ്തു. അതാണ് ഉടുപ്പ് കിട്ടിയ വണ്ടെത്താൻ എന്ന ഈ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.